ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷിൻ്റെ എഗ്ഗ് വെച്ചിട്ട് ഉള്ളൊരു റെസിപ്പിയാണ്. ഫിഷ് എഗ്ഗ് പീര വറ്റിച്ചത്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ മീനിൻ്റെ മുട്ട എടുത്തിട്ടുണ്ട്. അതായത് ഫിഷ് എഗ്ഗ് അത് നന്നായി ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മത്തിയുടെ ആണെങ്കിലും അയിലയുടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് പീര വറ്റിച്ച് കഴിഞ്ഞാൽ. ഇതിനായിട്ട് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയിലയുടെ മുട്ടയാണ്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ഉണ്ട്. സാധാരണ ഇതിൽ നമ്മൾ മീനിൻ്റെ മുട്ടയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്താണ് കഴിക്കാറ്. ഇതിപ്പോൾ അതിൽ നിന്ന് മാറ്റി ഇങ്ങനെ പീര വറ്റിച്ച് വെക്കുമ്പോൾ ഇത് നല്ലൊരു സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലൊക്കെ. അപ്പം അതിനായിട്ട് ഇനി അതിലേക്ക് വേണ്ടത് 1/2 മുറി തേങ്ങ ചെരുകിയതാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ളൊരു 4 പച്ചമുളക് വേണം, ഒരു 4 ചുവന്നുള്ളി വേണം, 2 അല്ലി വെളുത്തുള്ളി വേണം, ഒരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഇനി അതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇവിടെ 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 തണ്ട് ഇതിലേക്ക് ചതച്ചെടുക്കാനും പിന്നെ 2 തണ്ട് അവസാനം ഒന്ന് ചേർക്കാനും. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വേണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി വേണം, കുടംപുളി വേണം, ഒരു 4 അല്ലി കുടംപുളി വേണം. പിന്നെ അതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഇത് ആദ്യമായിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അരച്ചെടുക്കരുത്, ചതച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ അമ്മിയിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. വല്ലാതെ അരഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കണം. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ചതച്ച് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാനതെല്ലാം നന്നായി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കി എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് ആദ്യം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ മുട്ട ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി മാറ്റി ആ മീനിൻ്റെ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടാണ് ചേർക്കേണ്ടത്. തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി ചതച്ചെടുത്തിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുടംപുളി നന്നായി കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ആ സോക്ക് ചെയ്ത വെള്ളം പുളി ഇട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ കൂട്ടും അതുപോലെ ഫിഷിൻ്റെ എഗ്ഗും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം മതിയാവും. മീനിൻ്റെ മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, വല്ലാണ്ട് തീ കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ അവിടെ വെള്ളം എല്ലാം നന്നായി തിളച്ച് ആ മുട്ടയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചട്ടി ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാതെ നോക്കണം. ഇനി ഇതിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കണം. എൻ്റെ ഇപ്പോൾ ഉപ്പൊക്കെ പാകമാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഈ വെള്ളം നന്നായി ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക.
ഇതിലെ വെള്ളം നന്നായി വറ്റിച്ച് വന്നു കഴിഞ്ഞാലാണ് ഇത് ടേസ്റ്റ്. അപ്പോൾ ഇവിടെ പീര നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായി വെള്ളം വറ്റി റെഡി ആയിട്ട് വരണം. അപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഈ പീര നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫൈനൽ ടച്ചായിട്ട് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും ഒന്ന് കൈവച്ച് ഇതുപോലെ ഞെരടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മണം വരും. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കണം. ഈ വെളിച്ചെണ്ണയും ഈ കറിവേപ്പിലയും ഒക്കെ കൂടി അതിൻ്റെയൊക്കെ ഒരു മണം അതിലേക്ക് ഇറങ്ങാനായിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേണം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ തീ ഓഫ് ചെയ്യാണ്. ഞാനിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ മീൻ മുട്ട പീര വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.